1 മാസത്തിൻ്റെ അടുത്ത ഉസ്താദ് ഉറക്കില്ല. രാത്രി പുകച്ചിലും വേദന കാണിച്ചിരിക്കലോ ഉസ്താദ്. നിങ്ങൾ തന്നെ ഞമ്മക്കൊരു വഴി തുറന്നു തരണം ഉസ്താദ്. വേറൊരു വഴിയും ഞമ്മക്കില്ല. ഇങ്ങനത്തെ വലിയ ഹോസ്പിറ്റലിൽ വരേണ്ട കഴിവും ഞമ്മക്കില്ല. എല്ലാരും പറയുമ്പോ വന്ന് പെട്ടുപോയി. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാൻ അവരെന്നും വന്ന് പൈസ ചോദിക്കേണ്ട ഉസ്താദ്. 10 രൂപേന്റെ പൈസ നമ്മളെ സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് അത്രയും ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കാലിൽ മുറിച്ച് മാറ്റിയിട്ടുള്ളത്. അടുത്ത കാലം സർജറി ചെയ്യണമെന്ന് പറഞ്ഞത്. പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നെഞ്ചു പൊട്ടുന്ന ഈ കാഴ്ച നിങ്ങളാരും കാണാതെ പോകരുത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പ്രിയപ്പെട്ടവരെ, ഈ നാട്ടുകാർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയ മക്കളും ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ബില്ലടക്കാൻ KMC ഹോസ്പിറ്റൽ, മംഗലാപുരം KMC ഹോസ്പിറ്റലിൽ ബില്ലടക്കാൻ പോലും സാധിക്കാതെ ഞാൻ അവിടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് 4-5 തവണ അവിടുത്തെ ആസ്പത്രി അധികൃതർ എന്ന് പറഞ്ഞത് ബില്ലടക്കണം, ഇനിയുള്ള ചികിത്സ നടക്കണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോ നിസ്സഹായരായി പകച്ചു നിന്ന ആ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ പൊന്നുമോനെ കണ്ടപ്പോ, ആ പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടപ്പോ വല്ലാത്ത ഒരവസ്ഥയായിരുന്നു. എത്രയും പെട്ടെന്ന് ഏകദേശം 10 ലക്ഷം രൂപ അവിടുത്തെ എസ്റ്റിമേഷനാണ്. 10 ലക്ഷം രൂപ ഇതുവരെ നടന്ന ചികിത്സക്കും ഇനി തുടർ ചികിത്സക്കും ഏകദേശം 5 ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. നിസ്സഹായനായ പാവപ്പെട്ടവരായ കൂലിപ്പണിയെടുത്തിരുന്ന ഈ നാട്ടിലെ ഓരോ ആളുകൾക്കും ഇഷ്ടപ്പെട്ടിരുന്ന ആ പ്രിയപ്പെട്ടവൻ ഇന്ന് പകച്ചു നിൽക്കുകയാണ്. എന്നോട് ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ എന്റെ ജീവനൊന്ന് രക്ഷിക്കുമോ, എന്നെ ഒന്ന് സഹായിക്കുമോ. ആ പ്രിയപ്പെട്ടവൻ ഒരു സുപ്രഭാതത്തിൽ വേദന വന്ന് ബോധം നഷ്ടപ്പെട്ട് മംഗലാപുരം മൈസൂർ ആസ്പത്രിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ആംബുലൻസിൽ പോയി മംഗലാപുരം ആസ്പത്രിയിൽ ആ പ്രിയപ്പെട്ടവന്റെ ബോധം നഷ്ടപ്പെട്ട് ICUവിൽ കൊണ്ടുപോയി ബോധം നഷ്ടപ്പെടുത്തി ചികിത്സ നടത്തി ബോധം വന്നപ്പോ പ്രിയപ്പെട്ടവൻ കാണുന്ന ഒരു രംഗമുണ്ട്. തന്റെ കാൽ ഇതുവരെ സഞ്ചരിച്ചിരുന്നു, ഇതുവരെ നടന്നിരുന്ന കാല്, എന്റെ ഒരു കാൽ മുറിക്കപ്പെട്ടു എന്ന് ആ പ്രിയപ്പെട്ടവൻ അറിയുമ്പോ എത്ര കണ്ട് വേദനയുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്സഹായരായി നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് അവിടെ വെച്ചൊന്നും പറയാൻ സാധിക്കാത്തത് കൊണ്ട് ഈ നാടിനെ സാക്ഷ്യപ്പെടുത്തി ഇവിടുത്തെ പ്രിയപ്പെട്ട പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, നിരവധി തവണ മത്സരിച്ച് ജയിച്ച, നാട്ടിൽ ഒരുപാട് ആളുകളെ ചേർത്ത് പിടിച്ച പ്രിയപ്പെട്ട ഹംസിച്ച അമീദ്ക്ക് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ, മഹല്ലുകാർ നിരന്തരമായി ആ പ്രിയപ്പെട്ടവന് വേണ്ട എല്ലാ ഒത്താശങ്ങളും ചെയ്തെങ്കിലും ഇനിയും ഭീമമായ സംഖ്യ കണ്ടെത്താൻ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കാതെ മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ട് വളരെ എമർജൻസിയായ അടിയന്തരമായ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഇപ്പോ ബാങ്കിന്റെ വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 4, 3, 5 അക്കൗണ്ട് എടുത്താൽ പോലും UPI തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അർഹതപ്പെട്ട കുടുംബത്തിന് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങളുടെ തടസ്സങ്ങളോ ബാങ്കിന്റെ തടസ്സങ്ങളോ ഒരു തടസ്സമാക്കാതെ നേരിട്ട് ബാങ്കിന്റെ അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ സ്കാനർ വഴിയോ നിങ്ങളൊന്ന് സഹായിക്കണം. നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം. തട്ടിമാറ്റരുത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജാബിർ നിസാമി ഉസ്താദ് പറഞ്ഞതുപോലെ കൊടക് ജില്ലയിലെ കവടക്കേരി എന്ന് പറയുന്ന പ്രദേശത്തിൽ ഇവിടെ ജനിക്കുകയും വളരുകയും ചെയ്ത അബ്ദുറഹീം എന്ന് പറയുന്ന അന്തായി സുഖമില്ലാതെ മംഗലാപുരം ഹോസ്പിറ്റൽ വലിയ പ്രയാസത്തിലാണ്. ഒരു കാലും നഷ്ടപ്പെട്ട് ഖതീബ് എന്ന നിലക്ക് അവിടെ എത്തുകയും അതിനെ മറവ് ചെയ്യാനൊക്കെ സഹകരിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. ഈ നാട്ടിലുള്ള പഞ്ചായത്ത് മെമ്പർമാർ, മഹല്ല് കമ്മിറ്റി, ജാതി മത ഭേദമന്യേ എല്ലാവരും നമ്മുടെ സുഹൃത്താകുന്ന അന്തായിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഈ നാട്ടുകാരെ കൊണ്ടോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കൊണ്ടോ ഈ ഭീമമായ സംഖ്യ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും കഴിയുന്നത്, നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത് നൽകിക്കൊണ്ട് സഹായിക്കുകയും സഹകരിക്കുകയും, അതല്ല നിങ്ങൾക്കതിന് പറ്റുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്യണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു, അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കവടക്കേരി നാട്ടിലെ ഉസ്താദാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ, നമ്മൾ ജാബിർ നിസാമി ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ
അബ്ദുറഹീം അന്തായി എന്ന് പറയുന്ന വ്യക്തി വളരെ പ്രയാസത്തിൽ മംഗലാപുരം ഹോസ്പിറ്റലിൽ ഉണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇവിടെ ഒരുമിച്ച് കൂടുകയും അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് അതുപോലെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുകയും വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും ആ ഒരു സംഖ്യ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ നൽകുകയും ആ ഒരു കുടുംബത്തെ, പാവപ്പെട്ട ഒരു കുടുംബമാണ്, പ്രവാസിയായിരുന്നു, ഡ്രൈവറായിരുന്നു, ബസ്സിൻ്റെ ഡ്രൈവർ ആയിട്ട് ഈ അടുത്ത കാലത്ത് വരെ ഈ സുഖമില്ലാന്ന് ഒരു ദിവസം മുന്നേ വരെ പോയ വ്യക്തിയാണ്. പെട്ടെന്നുണ്ടായ ഈ രോഗം കാരണം അദ്ദേഹത്തിന് വലിയൊരു വിഷമം സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. ഞാനൊരു ഡ്രൈവറാണ്. എൻ്റെ പോലെ തന്നെ ഒരുപാട് ബസ്സിൽ ഡ്രൈവർ ജോലി ചെയ്ത വ്യക്തിയാണ്. ഇപ്പം മാരകമായ രോഗം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാല് മുറിക്കപ്പെട്ടു. ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ രോഗത്തിന് വേണ്ട ചെലവ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ ആരൊക്കെയും അത്ര വലിയ സംഖ്യയില്ല. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ചെയ്ത് അദ്ദേഹത്തിന് സഹകരിക്കണമെന്ന് ഞാൻ അറിയിക്കുന്നു. എല്ലാവിധ സഹായങ്ങളും മുമ്പ് മറ്റുള്ളവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പാവപ്പെട്ടൊരു വ്യക്തിയാണ്. പരമാവധി കയ്യിൽ നിന്ന് എന്ത് സഹായമാണെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് ബസ്സുകളിലും മറ്റുള്ളൊക്കെ വാഹനങ്ങളിൽ ഡ്രൈവറായി ജോലി ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.